NCCയുടെ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത വാർത്തകളാണ് തൃക്കാക്കരയിലെ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നത്. ഭക്ഷ്യവിഷബാധയുണ്ടായി എന്ന് മാത്രമല്ല, വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിക്കും ഇരയായി കുട്ടികൾ. ശാരീരിക അവശതകളേക്കാൾ മാനസികമായി ഉണ്ടായ ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ടില്ല ക്യാമ്പിലേക്ക് എത്തിയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ. സാബ് എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥനെ കുട്ടികൾ തിരിച്ചറിയുമെന്ന് പറയുമ്പോഴും കൊലപാതക ഭീഷണി നടത്തിയ ഉദ്യോഗസ്ഥൻ നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. നാളെ വീണ്ടും ക്യാമ്പ് തുടങ്ങാനിരിക്കെ കുട്ടികൾക്ക് പരാതിയുണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. തൃക്കാക്കര KNM കോളേജിൽ നടന്ന NCC ക്യാമ്പിൽ കുട്ടികൾ നേരിട്ടത് കൊടും ക്രൂരതയായിരുന്നു. 13ഉം 14ഉം വയസ്സുള്ള കുട്ടികളെ ഭക്ഷ്യവിഷബാധയേറ്റ കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് NCCയിലെ ചില ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയത്. മികച്ച പൗരന്മാരാകുമെന്ന വിശ്വാസത്തോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ NCC ക്യാമ്പുകളിലേക്ക് അയക്കുന്നത്. ആ ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതിന് പിന്നാലെയാണ് വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി ഈ പെൺകുട്ടികൾ തുറന്നു പറയുന്നത്. ഞെട്ടലോടെയല്ലാതെ ഈ കുട്ടികളുടെ വാക്കുകൾ കേട്ടിരിക്കാനാകില്ല. നല്ല പാഠങ്ങൾ പഠിക്കാനായി എത്തിയ കുട്ടികളോട് കൊല്ലും കൊലയും നടത്തുമെന്ന് പറഞ്ഞ NCCയുടെ ആ സാബ് കുട്ടികളുടെ മനസ്സിൽ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ തങ്ങൾ കേട്ട ഭീഷണിയാണ് ഈ കുട്ടികളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതോടെയാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കാൻ കുട്ടികളുടെ രക്ഷിതാക്കൾ തയ്യാറാകുന്നത്. പരാതി കൊടുക്കണം. കാരണം ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് വന്ന അവസ്ഥ നാളെ ഒരുങ്ങി നിൽക്കുന്ന ഒരുപാട് പിള്ളേരെ മക്കളുണ്ട് ഞങ്ങളെപ്പോലെ. അപ്പോൾ അവർക്ക് ഈ അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് നല്ലപോലെ നടപടി എടുക്കണം. ഞങ്ങൾക്ക് അതിൽ പോലീസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റൂ. ഭക്ഷ്യവിഷബാധ ഉണ്ടായി കുട്ടികൾ കുഴഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് കള്ളത്തരമാണെന്ന് പറയാനാണ് ഉദ്യോഗസ്ഥർ മത്സരിച്ചതെന്നും കുട്ടികൾ പറയുന്നു. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ ബാഗിൽ നിന്നെടുത്ത് പുറത്തിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ചവിട്ടിയരച്ചും ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് മാനസികാഘാതം നൽകി. ആ ശ്രീവർണ്ണ കാര്യം പുറത്തു പറഞ്ഞാൽ നിങ്ങളെ പൊക്കത്തോണ്ട് ഉന്തിയിടും, അങ്ങനെ കുറെ ഭീഷണിയൊക്കെ ഉണ്ടായി. കുറെ ഒക്കെ പറഞ്ഞു ഫുഡിന്റെ പ്രശ്നം. അവർ പറയണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനത്തിനാണെന്ന് പറഞ്ഞു. എന്നിട്ടില്ലേ അവർ ഞങ്ങളുടെ മുമ്പിട്ട് ചവിട്ടി അരച്ച് അതുകൊണ്ട് അതിന്റെ പൊക്കത്തോടെ അങ്ങാടിങ്ങാട് നടക്കാൻ ഞങ്ങളെ പരേഡയിപ്പിക്കണത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയെ ഇടിവള കൊണ്ടാണ് NCCയിലെ ഒരു ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത്. ക്യാമ്പിൽ ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ നടന്നപ്പോഴും പുറത്തു പറഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഭീഷണിയാണ് കുട്ടികൾ അഭിമുഖീകരിച്ചത്. കുട്ടികൾ കുഴഞ്ഞു വീണ സമയത്ത് വാഹനത്തിൽ കയറ്റാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ആദ്യം ആരും തയ്യാറായിരുന്നില്ല എന്നും ക്യാമ്പിൽ പങ്കെടുത്ത നിരവധി കുട്ടികൾ ആണയിട്ട് പറയുന്നു. വൈദ്യസഹായം തേടിയെത്തിയ കുട്ടികളെ ഭീഷണിപ്പെടുത്തി തിരികെ മുറികളിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. 4-5 വട്ടം ഛർദ്ദിച്ചാൽ ഒരാളെ അവിടെ MI റൂമിൽ കിടത്തുള്ളൂ, ഒരാൾക്ക് മരുന്ന് കൊടുക്കുള്ളൂ, ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. ഞങ്ങളൊരു 11 പിള്ളേർ ആ സമയത്തിൽ ഭയങ്കര എമർജൻസി ആയിട്ടുണ്ടായി. അതിൽ 4 പേരെ കയറ്റിയുള്ളൂ. കയറ്റിയപ്പോൾ കുറച്ച് പിള്ളേരെ ഇറക്കി വിട്ട്. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളെന്ന് പറഞ്ഞ് ഇവരെ ഇറക്കി വിട്ട്. ഈ ഡോക്ടർ പറയണത് 3-4 വട്ടം ഛർദ്ദിച്ചവരെ മാത്രം കൊണ്ടുവന്നാൽ മതി, ഇവിടെ ബാക്കി ആരെയും കിടത്തണ്ട. കുറച്ച് പിള്ളേരെ കിടത്തിയ പിള്ളേരെ അവിടെ എഴുന്നേപ്പിച്ച് വിട്ട്. ഒരു NCC ക്യാമ്പിലും സംഭവിക്കാൻ പാടില്ലാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത ഇത്തരം ഭീഷണിക്ക് മുതിർന്ന ഉദ്യോഗസ്ഥനെ കണ്ടെത്തുക തന്നെ വേണം. പോലീസിന് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല എങ്കിൽ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കുമെന്നും രക്ഷിതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. രാജ്യസ്നേഹവും അച്ചടക്കവുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിനാണ് NCC പോലുള്ള പ്രസ്ഥാനങ്ങളിൽ കുട്ടികളെ നമ്മുടെ രക്ഷിതാക്കൾ അയക്കുന്നത്. അവിടെ എത്തുന്ന കുട്ടികളോട് നിയമവിരുദ്ധമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ വേണം. ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ വളരെ സജീവമായ പ്രതികരണങ്ങൾ ഈ വാർത്തകളിൽ, ഈ റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ചിലത് ഈ എറണാകുളത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘം ഉണ്ട്, അത് പണ്ടേ ഉള്ളതാണ്, ഇതൊക്കെ ഇപ്പോഴാണോ നിയമപാലകർ അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് സോണി റോണി. നേരത്തെയും അത്തരം ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിൽ ചില നടപടികളൊക്കെ ഉണ്ടായി എന്ന് മാത്രം. മറ്റു ചില പ്രതികരണങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. ഈ NCC അതിൽ അവരെന്താണ് പഠിപ്പിക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് വർഗീസ് ചോദിക്കുകയാണ്. നേരത്തെ NCC ക്യാമ്പുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ പരാതികൾ ആണ് പുറത്തു വന്നത്. കുട്ടികൾ നേരിട്ട് ആ പരാതി മാധ്യമങ്ങളോട് പറയുകയാണ്. അപ്പോൾ അതിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ, മാതാപിതാക്കൾ അന്വേഷിക്കുന്നുണ്ടോ എന്നാണ് വർഗീസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേരളം തന്നെയാണോ, കുട്ടികളെ ഭീഷണിപ്പെടുത്തി ആണോ NCCയിൽ കൊണ്ടുപോകുന്ന, അവർക്കെതിരെ നടപടിയെടുക്കേണ്ടേ എന്ന് രവികുമാർ PB ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ റിപ്പോർട്ടുകളിൽ വളരെ സജീവമായ പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്.